ചൈനീസ് ബാൾസം പ്ലാന്റ്സ്, ഇംപേഷ്യൻ പ്ലാന്റ്, അതുപോലെ പോപ്പിച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്കെല്ലാവർക്കും വീട്ടിൽ വളർത്താൻ വളരെ ഇഷ്ടമാണ്. എന്നാൽ ശരിയായ രീതിയിൽ പരിചരിക്കാൻ കഴിയാത്തത് മൂലം ഇവ നിങ്ങളുടെ അടുത്തു നിന്നും നഷ്ടമായിട്ടുണ്ടാവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംബിഷൻ പ്ലാന്റ്സിൻ്റെ പോട്ട് തിരഞ്ഞെടുക്കുന്നത് മുതൽ നമ്മൾ മണ്ണും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യവും നനവിൻ്റെ കാര്യവും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. പോട്ട് നമ്മൾ നോർമലി തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ സാധാരണ പോട്ട് ഉപയോഗിക്കാം. എന്നാൽ അതിൽ പോട്ട് മിക്സ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് ഡ്രെയിനേജ് ഹോൾ കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. അല്പമെങ്കിലും വെള്ളം കെട്ടി നിന്നാൽ ഇതൊരു ലഷി പ്ലാന്റ് അഥവാ ഒരു സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂട്ട് ഡാമേജ് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പോട്ടും എടുക്കണം. അതുപോലെ തന്നെ അതിനനുസൃതമായ ഒരു പോട്ടി മിക്സും നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. പോട്ടി മിക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നീർവാർച്ചയുള്ളൊരു പോട്ടി മിക്സാണ് ഉപയോഗിക്കേണ്ടത്. അതിനായിട്ട് ചകിരിച്ചോറ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലീഫ് മോൾഡ് അഥവാ നല്ല ഉണങ്ങിയ കരിയില പോട്ടി മിക്സിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞു തുടങ്ങിയ നമ്മുടെ അടക്കാത്തൊണ്ടൊക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അത് പുതിയതല്ല, മഴയത്തൊക്കെ കിടന്ന് നല്ല പഴക്കം വന്ന അടക്കാത്തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ പോട്ടി മിക്സിലേക്ക് അല്പം ആഡ് ചെയ്യാവുന്നതാണ്. ഇവയൊക്കെ പോട്ടി മിക്സിൽ ചേർക്കുന്നത് കൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേരോട്ടം കിട്ടുന്നതിനും വെള്ളം തങ്ങി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിനൊക്കെ ഇത് സഹായകമാകും. എന്നാൽ ആവശ്യമായ മോയ്സ്ചർ, പ്ലാന്റ്സിന് ആവശ്യമായൊരു മോയ്സ്ചർ ഈ ഒരു പോട്ടി മിക്സിൽ നിലനിൽക്കുകയും ചെയ്യും. പോട്ടി മിക്സിൽ നമ്മൾ അടിവളമായിട്ട് ചേർക്കേണ്ടത് നല്ല ഉണക്കമുള്ള ചാണകപ്പൊടി. ഉണക്കം കുറവാണെങ്കിൽ അതിൽ ഫംഗൽ ബാധ വരാനും അതുമൂലം പ്ലാന്റ് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ ചേർക്കുന്ന വളങ്ങൾ നല്ല ഉണക്കമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതല്ലാതെ ഒരുപാട് നമ്മൾ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയൊന്നും ആദ്യം തന്നെ ഈ പ്ലാന്റ്സിന് പോട്ടി മിക്സിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടോ അതല്ല നിങ്ങൾ ഒറ്റയ്ക്ക് വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അവ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അല്പം ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് സാഫ് അല്ലെങ്കിൽ ബാവസ്റ്റിൻ പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ആഡ് ചെയ്യാം. അത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം മതിയാവും. പ്ലാന്റ്സിൻ്റെ ചുവട്ടിലും മണ്ണിലേക്കും അതുപോലെ പ്ലാന്റ്സിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നത്. ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. ചില പ്ലാന്റ്സിലൊക്കെ മൊട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്ന് കരുതി നിങ്ങൾക്ക് അയക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും പൂക്കളായതല്ല. നമ്മളടുത്ത് 20ഓളം വെറൈറ്റീസ് അവൈലബിൾ ആണ്. അതിൽ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കളേഴ്സ് കൺഫേം ആയിരിക്കില്ല. 10 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. ഈ ജിഫിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകൾ DTDC കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത്. ഈ 10 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 290 രൂപയും കൊറിയർ ചാർജുമാണ്. DTDC വഴി നിങ്ങൾ ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 80 രൂപയാണ് മിനിമം കൊറിയർ ചാർജ് വരുന്നത്. നമ്മൾ കൊറിയർ ചാർജ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാത്തത് കേരളത്തിന് പുറത്തുള്ള ഒരുപാട് കസ്റ്റമേഴ്സും ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ടാണ് കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടുള്ളൊരു പ്രൈസ് നമ്മൾ കൊടുക്കാത്തത്. വേര് പിടിച്ച പ്ലാന്റ്സുകൾ നിങ്ങൾ ഓൺലൈനായി വാങ്ങിക്കുന്ന പ്ലാന്റോ അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളൊക്കെ പോട്ടി മിക്സിലേക്ക് നട്ട ശേഷം അല്പം തണലുള്ള ഭാഗത്ത്, എന്നാൽ നല്ല വെളിച്ചമുള്ള ഭാഗം നോക്കിയിട്ട്, തീരെ ഷെയ്ഡായിരിക്കുന്ന ഭാഗത്തല്ല, അല്പം വെളിച്ചമുള്ള ഭാഗത്ത് നോക്കിയിട്ട് 2 ആഴ്ചയോളം വെക്കുക. ആ പ്ലാന്റിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറിയ ശേഷം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല മഴയത്ത് വെക്കുന്നതുകൊണ്ട് പ്ലാന്റ്സിന് കുഴപ്പമില്ല. എന്നാൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പ്ലാന്റ് അല്പം മെച്ചുറായ ശേഷം മാത്രം നല്ല മഴയത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോഴൊക്കെ ചെറിയ മഴയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മഴയുള്ള ഭാഗത്തേക്ക് മാറ്റണ്ട. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാലാണ് ഈ പ്ലാന്റ്സിൽ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ നല്ല മഴയും വെയിലും ഒക്കെ കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. യാതൊരു ഡാമേജും ഇല്ല. നല്ല മെച്ചുറായി നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ്. പിന്നെ ഈ ബാൾസം പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എത്ര മെച്ചുറായ പ്ലാന്റ്സും ഒരു പരിധി കഴിയുമ്പോൾ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ പുതിയ പ്ലാന്റ്സുകൾ, പുതിയ കട്ടിങ്സ് പിടിപ്പിച്ചിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിങ്സ് പിടിപ്പിക്കാനായിട്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമുക്ക് ഫസ്റ്റായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം. അത് ചീഞ്ഞ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കാതെ
വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചകിരിച്ചോറിൽ ട്രെയിലൊക്കെ ചകിരിച്ചോറ് നിറച്ചിട്ട് അതിൽ വേര് പിടിപ്പിച്ചെടുക്കാം. അതില്ലെങ്കിൽ വളമൊന്നും ചേർക്കാത്ത മണ്ണിൽ, അതുപോലെ മണലിൽ, കുഴി മണലിലൊക്കെ വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. വേര് പിടിപ്പിക്കുന്ന സമയത്ത് ഒരു കവറ് വെച്ച് മൂടിയിട്ട് ആണ് ചെയ്യുന്നത്. ചേമ്പർ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. നല്ല ചൂട് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ചയുടെ ഉള്ളിലായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ്. പുതിയ പ്ലാന്റുകളൊക്കെ നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് വെക്കുന്ന കട്ടിങ്സ് വെക്കുന്ന സമയത്ത് വളങ്ങളൊന്നും ചേർക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. വളങ്ങൾ ചേർക്കാത്ത ഒരു മീഡിയം സെലക്ട് ചെയ്യാൻ പറയുന്നത്, ഈ വളത്തിൽ നിന്നൊക്കെ ചാണകപ്പൊടിയിൽ നിന്നായാൽ പോലും വേര് പിടിക്കുന്നതിന് മുമ്പായിട്ട് ഫംഗൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്ലെയിൻ പോട്ടി മിക്സ് വേര് പിടിപ്പിക്കാൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇനി നനവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ വാട്ടറിങ് ആയി പോകരുത്, വെള്ളം കെട്ടി നിൽക്കരുത്. പോട്ടി മിക്സിൽ ഇപ്പോൾ പോട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കെട്ടി നിന്ന് പോകരുത്. എന്നാൽ ഒരുപാട് വാടിക്കഴിഞ്ഞിട്ട് നമ്മൾ നനയ്ക്കുന്ന സമയത്തും ഇവയുടെ റൂട്ടുകൾക്ക് ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് നല്ല വെയിലുള്ള സമയത്തൊക്കെ ചെറിയൊരു വാട്ടം വരുമ്പോഴേക്കും നമ്മൾ നനവ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല വെയിലുള്ള സമയത്ത് 2-3 നേരം നനവ് കൊടുത്തു കഴിഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ ഉണങ്ങിയ ലീഫുകളൊക്കെ പോട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവ മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഉണങ്ങിയതല്ല, പഴുത്ത് വീഴുന്ന ലീഫുകളൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും ഫംഗൽ ബാധ വരാനും പ്ലാന്റ്സിന് ഡാമേജ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ലീഫുകൾ പോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറയുന്നത്. ചിലരൊക്കെ മണൽ ചേർക്കുന്നത് നല്ലതില്ലേ എന്ന് ചോദിക്കും. മണൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. കൂടുതൽ മണൽ ചേർക്കുന്നതുകൊണ്ട് പ്ലാന്റ്സിന് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അത് തറച്ച രീതിയിലുള്ളൊരു പോട്ടി മിക്സായി മാറാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് മണൽ കഴിവതും ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് ചകിരിച്ചോറൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അല്പം ഉണങ്ങിയ കരിയിലൊക്കെ യൂസ് ചെയ്യാം. അല്ലാതെ മണൽ ചേർക്കുന്നതുകൊണ്ട് കൂടുതൽ ഉപയോഗമൊന്നും ഇല്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കുന്നതിനും നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല ബുഷി ആയിട്ടിരിക്കുന്നതിനും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിനും പൂക്കൾക്ക് നല്ല വലുപ്പം ഉണ്ടാകുന്നതിനൊക്കെ പച്ച ചാണകം നമുക്ക് പുളിപ്പിച്ചിട്ട് അല്പം കടലപ്പിണ്ണാക്ക് ചേർത്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അവയുടെ സ്ലറി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തെളി എടുത്തതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ നല്ലതാണ്. ഇനി ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് വാങ്ങിക്കാൻ കിട്ടും, വളക്കടകളിൽ നിന്ന് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവയുടെ ലിങ്ക് ഞാൻ ഇതിൽ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിച്ച് ഒരു മാസത്തിൽ 1-2 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സൈസിലുള്ള നല്ല വലിയ പൂക്കൾ ഉണ്ടാവുകയും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.